ഏട്ടന് രാവിലെ തന്നെ ഞാൻ ഡ്യൂട്ടി കൊടുത്തു കേട്ടോ, പാറൂട്ടിനെ കൊണ്ടാക്കാം. എന്നിട്ട് ഞാൻ ഓട്ടം എവിടേക്കാണെന്നറിയില്ലേ, ഞാനൊന്ന് നന്നാവാന്ന് വിചാരിച്ചു. എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ. അപ്പം ടൈലറിങ് പഠിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ടൈലറിങ് ഫ്രീ കോഴ്സായിട്ട് നമ്മുടെ ഗവൺമെൻറ്റിൽ ഇറക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ എല്ലാവരും അതിലൊരു അംഗം കേട്ടോ. കൃത്യം 10 മണിക്ക് തന്നെ ക്ലാസ്സിലെത്തണം കേട്ടോ എന്നതാണ് കർശന നിയമം. ഇത് ഗവൺമെൻറ്റിൻ്റെ ഒരു പരിപാടിയാട്ടോ, JSS, അതായത് ജാൻ ശിക്ഷൻ സംസ്ഥാൻ. ഇത് 3 മാസത്തിൻ്റെ കോഴ്സാട്ടോ, ഫ്രീ ആയിട്ടുള്ളതാണേ. അപ്പോൾ സെൻറ്റ് തോമസ് ITIയിലാട്ടോ ഞങ്ങളുടെ ക്ലാസ് ഉള്ളത്, പള്ളിപ്പടി കേട്ടോ. അപ്പോൾ അവിടെയാണ് ക്ലാസ് വെച്ചിരിക്കുന്നത്. ഇത്രയും വിശാലമായ ക്ലാസ് ഇതുവരെ ഇല്ല എന്നാട്ടോ പറഞ്ഞിരിക്കണേ. കാരണം അവർ കോളേജ് നടത്തുകയാണ്. ആ കോളേജ് ഞങ്ങൾക്കായിട്ട് കുറച്ച് ഭാഗം ഒഴിഞ്ഞിട്ടിരിക്കുക കേട്ടോ. അതിനു മുമ്പൊക്കെ വാടക റൂമിലാണെന്നൊക്കെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഈ ടീച്ചറൊക്കെ പഠിച്ചത് വാടക റൂമിലാത്രേ. അപ്പോൾ ഇന്ന് അവിടുത്തെ അച്ഛൻ്റെ ബർത്ത്ഡേ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും പൈനാപ്പിൾ കേക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അടിപൊളി കേക്കായിരുന്നു കേട്ടോ. അങ്ങനെ ക്ലാസ്സും കേക്ക് കഴിക്കലും ഒക്കെ കഴിഞ്ഞു കേട്ടോ. ഞങ്ങളുടെ എല്ലാവരുടെയും വകയായിട്ട് ഒരാൾ ചെന്ന് നന്ദിയും പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോകാൻ പുറപ്പെട്ടു. വീട്ടിലെത്തിയപ്പോൾ അമ്മ വന്നിരിക്കുന്നു കേട്ടോ. അതിനർത്ഥം എൻ്റെ ഗൃഹഭരണം അവസാനിച്ചു. അമ്മ വരുമ്പോൾ കൂൾ കോഫിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഉണ്ണുകളുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് കേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, റൂബിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒക്കെ കഴിച്ചു കേട്ടോ. നൈറ്റായപ്പോൾ എനിക്കും പാറൂട്ടിക്കും ഒരു മോഹം പുറത്തേക്കൊന്ന് പോകാൻ. അങ്ങനെ കെട്ടുകാരെയും വിളിച്ചിട്ട് ഞങ്ങൾ 3 പേരും കൂടിയിട്ട് പുറത്തേക്ക് പോയിട്ടോ. അമ്മേനെ കുറേ പ്രാവശ്യം വിളിച്ചു. അമ്മേനെ കൂട്ടി ജീപ്പിൽ പോകാമെന്ന് വിചാരിച്ച്, പക്ഷെ അമ്മയ്ക്ക് യാത്രാ ക്ഷീണം അല്ലെങ്കിലേ ഉണ്ട്. അപ്പോൾ അമ്മയ്ക്ക് വെയ്യാന്ന് പറഞ്ഞു പോയിട്ടോ. ഞങ്ങൾ പോയിട്ട് വേറെ പരിപാടിയൊന്നുമില്ല, ഫുഡ് അടിക്കുക പോരുക, അത്രേ ഉള്ളൂ കേട്ടോ. ഞങ്ങൾക്കത് മതി. ഇപ്പം നിങ്ങൾ വിചാരിക്കും എന്ത് നല്ല ഭർത്താവ്, ഭാര്യയും മകളും പറഞ്ഞപ്പോഴേക്കും വേഗം കൊടുന്നല്ലോ എന്ന്. പക്ഷെ തെറ്റായതറിയാണ്. എത്ര കാല് പിടിച്ച് കെഞ്ചിട്ടാണ് അറിയിക്കൊണ്ടുന്നത്. എന്നിട്ട് ഇരിക്കണ ഇരുത്താൻ കണ്ടോ. ഫുഡ് വരാൻ വൈകുന്നതാ തോന്നുന്നു. മറ്റാളിരുന്ന് മീശയിൽ ഒരേ പെരുത്തായിരുന്നു. പാറൂട്ടിയാണെങ്കിലോ എന്താ അമ്മ ഫുഡ് വരാത്തേ കണ്ട് ഇടയ്ക്കിടയ്ക്ക് ബാക്കോട്ട് നോക്കിയിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പ്രതീക്ഷിച്ച ഷവായി എത്തി കേട്ടോ. ഷവായിൻ്റെ ഒപ്പം ഞാൻ റൈസ് ആട്ടോ പറഞ്ഞത്. എനിക്ക് റൈസാണ് ഇഷ്ടം. അപ്പം ഞാനും പാറൂട്ടും റൈസ് എടുത്തു. പിന്നെ 2 ഫ്രഷ് ലൈമും വാങ്ങി കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ച് വയറൊക്കെ കുട്ടപ്പിനി ആക്കിയിട്ട് ഞങ്ങൾ ഇറങ്ങി കേട്ടോ. ഇറങ്ങാൻ നേരത്ത് പാർസൽ വാങ്ങാൻ പറഞ്ഞില്ല കേട്ടോ. അവിടെ അമ്മയും അനിയേട്ടനും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്കുള്ള പാർസലും വാങ്ങിയിട്ട് ഞങ്ങൾ നേരെ വിട്ടു കേട്ടോ. എനിക്ക് അവിടെ പോകണം ഇവിടെ പോകണമെന്നൊന്നും ആഗ്രഹമില്ല കേട്ടോ. അറ്റ്ലീസ്റ്റ് മണ്ണാർക്കാടെങ്കിലും കുറച്ച് നേരം പോയിട്ട് സംസാരിച്ചിട്ട് ഒന്ന് കഴിച്ചിട്ട് വരണം. അതിപ്പോൾ ഒരു 10 രൂപേൻ്റെ ചായ കുടിച്ചാലും സന്തോഷം കേട്ടോ. ഇങ്ങനെ എന്തെങ്കിലും എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ അതിലൊരാളാട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.